ഇതുവരെ പ്രണയിച്ചിട്ടില്ല. നമ്മൾ എൻ്റെ ഒരു ടീച്ചർ ഉണ്ടേ പ്ലസ് വൺ പഠിച്ചപ്പോൾ. ടീച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രണയം തോന്നാത്തവർക്ക് മെന്റലി എന്തിനു പ്രശ്നം ഉണ്ടെന്നാ പറയണേ. ആ അതാണ് അതാണ് അങ്ങനെ പറ. വീട്ടിൽ സംബന്ധിച്ചാൽ താല്പര്യമില്ല, ഈ ഒരു റിലേഷൻ താല്പര്യമില്ല. മേരേജിനോട് താല്പര്യമില്ല. അങ്ങനെയല്ല, മീൻസ് ഇങ്ങനെ വീടടിച്ച് നടക്കണ. നീ പറഞ്ഞ് മനസ്സിലാക്കാത്ത എന്തേ മിസ്? ഒരിക്കൽ പറഞ്ഞ് മനസ്സിലാക്കി, ആ അന്നത് അവള് കേട്ടില്ല. അന്നതിന്റെ അപ്പായി അവൾ അനുഭവിച്ചു. അത് നോക്കരുത് എന്ന് പറഞ്ഞിട്ട് നോക്കി. എത്ര ഫ്രണ്ട് ആണെങ്കിലും നമ്മൾ കുറെ വിട്ട് അത് പറഞ്ഞു, അവളെടുത്ത് അതിന് പറഞ്ഞു വേണ്ട നോക്കണ്ട പോട്ടെ അത് വിട്, ഇനിയും നമുക്ക് സെറ്റ് ആവും എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അവക്കത് പക്ഷെ അവക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ അത് ആലോചിക്കുമ്പോ? ഇല്ല നിനക്ക് എന്നല്ല, സങ്കടമുണ്ട്. ബട്ട് അവൻ അതിനോട് താല്പര്യമില്ലേ, നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അവനത് ഉറപ്പിച്ച് പറയാനുള്ള ധൈര്യം ഇല്ല വീട്ടുകാരുടെ മുമ്പില്. പക്ഷെ അവന്റെ പ്രായം നോക്കണം, സെയിം ഏജ് അല്ലേ, 19 വയസ്സല്ലേ ഉള്ളൂ. ഒരാണെന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ നോക്കിക്കഴിഞ്ഞാ എനിക്ക് അവളെ ഇഷ്ടമാണ് എന്ന് പറയാനുള്ള ധൈര്യം അവൻ ആണല്ല. അവനെ ശരിക്കും എനിക്ക് മുമ്പ് കിട്ടിയ ഞാൻ അവന്റെ മുഖത്തൊക്കെ അടിച്ചിട്ടേ ചോദിക്കും. അത്രമാത്രമാണ് ഇവള് അവന്റെ മുമ്പിൽ നിന്നത്. അവനൊരു താല്പര്യമില്ല, അവന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് അവന്റെ ഒരു ബിസിനസ്. അത് ആരെങ്കിലും ചെപ്പക്കുറ്റിക്ക് കൊടുക്കുന്ന തീർന്ന പ്രശ്നമേ ഉള്ളൂ. അവന്റെ വീട്ടിലുള്ളവരെ പറയണ അവൻ ഇങ്ങനെ ഉള്ളതാണ്. ബട്ട് പോകാനുള്ളതാണെങ്കിൽ പോവും. ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിരുന്നു ഇവള്, ഭയങ്കരമായിട്ട് ഡിപ്പെൻഡഡ് ആയിരുന്നു അവള്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവൻ ഞാൻ പറഞ്ഞതാണ് പോട്ടെ ഇല്ല. അവൻ പാവം തോന്നി ഇപ്പൊ അവൻ വേറെ ഇരിക്കുന്നു. പറയാനാണെങ്കിൽ 18 വയസ്സായാലും ഒരു മിസ് പ്രാണി ഈ സിറ്റുവേഷൻ നീ എന്ത് ചെയ്യുമായിരുന്നു? പ്രാണി ചോദിക്കട്ടെ. പ്രാണി നമ്മൾ ബഡ്ഡിയായി. പ്രാണി പറ ഇവിടെ പ്രാണി പറ ഇവിടെ നിന്നോ. നീ ഇല്ല നിന്റെ ഫേസ് ആണല്ലോ രസമുണ്ട്. കാര്യം എന്നറിയോ, നിന്റെ ആ ഒരു നീ പറയോട് പറയുമ്പോഴേ നിന്റെ ഫേസിൽ അത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, നിന്റെ നീ അനുഭവിച്ച കാര്യങ്ങൾ. അല്ല പക്ഷെ ഞാൻ അവന്റെ കൂടെ നിൽക്കുന്ന അറിയാം, അവന്റെ ഏജ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നീ പറയുന്ന പോലെ 18 വയസ്സിൽ എത്രയോ ആമ്പിള്ളേർ കെട്ടിക്കൊണ്ടുപോകുന്നില്ലേ? കള്ളത്തരം പറ. 21 ആണ്. ഇല്ലീഗലിയാ? പെണ്ണിനാണെങ്കിൽ 18 വയസ്സ്, ഇപ്പൊ ഒരു കൊച്ചിന് 1 വയസ്സാവാറായി. ഇല്ലീഗലാണ് കേട്ടോ. എത്ര വർഷം മുമ്പാ? ബോയ്ക്കും 18 വയസ്സ് ആയി കാണും. ഓക്കെ അത് ഓക്കെ. ആ ബാക്കി പറഞ്ഞേ. നീ ഇവിടെ നിക്ക് ചോദിക്കട്ടെ. കുഴപ്പമില്ല പ്രാണി. ഇല്ല 18 വയസ്സ് ഒരു പെണ്ണ് അവന്റെ മീൻസ് ആ ബോയിന്റെ വീട്ടുകാരുടെ ഫ്രണ്ടിലും പെണ്ണിന്റെ വീട്ടുകാരുടെ ഫ്രണ്ടിലും കട്ടക്ക് എനിക്ക് അവനെ മതിന്ന് പറഞ്ഞു നിൽക്കുമ്പോ, എല്ലാരും മുമ്പിൽ അവള് പറഞ്ഞു നിൽക്കുമ്പോ മുഖത്ത് നോക്കി വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകുമ്പം വീട്ടുകാരെ മുമ്പിൽ നിന്ന് അറിയി, അവന്റെ വീട്ടുകാരെ മുമ്പിൽ നിന്ന് അറിയി. അല്ല ഒരു കേസ് ഇല്ല ആരും പറയല. ചോദിക്കട്ടെ പേര്. സോറി റംസി. ഞാൻ പറഞ്ഞേക്ക് ഇവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത് ഫ്രണ്ട് എന്നല്ലേ പ്രണയം വിട്ടേക്ക്. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചാൽ പറഞ്ഞേക്കാം. ഇല്ല അല്ലെങ്കിലും പ്രണയം വേണ്ട. പക്ഷെ നീ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എസ്പെഷ്യലി ഞാനും ബോയിയാണ്. ഓക്കെ 18-19 വയസ്സാകുമ്പോൾ നമുക്കറിയാം നമുക്ക് എത്രത്തോളം മെച്യൂരിറ്റി ഉണ്ട് എന്ന്. ഓക്കെ അപ്പോൾ 18 വയസ്സിൽ അവൻ എന്ത് സ്റ്റാൻഡ് എടുക്കും നീ പറയുന്നത്? നീ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ നിന്നെ വിളിച്ചു ഒരു വട്ടം ഇവളെന്റെ ലൈനാണ്, ഇവളെ ഞാൻ നോക്കും എന്ന് വീട്ടുകാരെ മുമ്പിൽ പറയാൻ പറ്റിയില്ലെങ്കിൽ 18 വയസ്സെന്നും പറഞ്ഞ് നടക്കണം. ഏതെങ്കിലും ചെറിയ കയറ് തൂങ്ങി ചാവാൻ പറയണോ? എന്റെ മോളെ എടാ ഇപ്പൊ ഞാൻ പറഞ്ഞോ, ഇപ്പൊ എനിക്ക് നിന്നോട് ഒരു ക്രഷ് തോന്നുന്നു വെച്ചോ, നിന്നോട് നീ പ്രപ്പോസ് ചെയ്തു, നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വെച്ചോ. അപ്പോൾ പിന്നീട് നമ്മൾ ഫ്യൂച്ചറിന്റെ നിനക്ക് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും നിനക്കറിയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഡിപ്പെൻഡ് ആണ് എല്ലാം.
ഇല്ലേ, ഡിപ്പെൻഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. പക്ഷെ വീട്ടിലെ പ്രഷറും വീട്ടിലെ 18 വയസ്സായുള്ളൂ, അവനാണ് കുടുംബം നോക്കേണ്ടത്. നിങ്ങൾക്കെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ മോശമായിട്ട് പറഞ്ഞത്, നിങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു 10-21 വയസ്സ് കഴിഞ്ഞാൽ കെട്ടിച്ചിടുമ്പോൾ അവർ പിന്നീട് ജോലി കണ്ടെത്തിയാൽ മതി. നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ജോലി കണ്ടെത്തി കുടുംബം പോറ്റേണ്ടത് ബോയ്സിനാണ്. അന്നൊരു ഇതൊരു സാധനമുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ 18 വയസ്സാണ്ട് അവന്റെ വീട്ടുകാരുടെ ഭയങ്കര നിർബന്ധം. ഇതേ സ്ഥാനത്ത് ഒരു പെണ്ണാണ് ഇതുപോലെ വീട്ടുകാർ നിർബന്ധിച്ചെന്നും പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു അവളെ നാട്ടിൽ എത്രത്തോളം നാറ്റിക്കും. ഇല്ലടാ, പഴയ കാലഘട്ടമല്ലോ ഇപ്പോ. ആര് പറഞ്ഞു ചേട്ടാ? ഇപ്പൊ അങ്ങനെയാണോടാ? ഇപ്പോഴത്തെ ചെക്കന്മാരെ ലാസ്റ്റ് വെച്ച് എത്രയോ പിള്ളേരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലല്ലോ. അതല്ല ചേട്ടാ, മീൻസ് എന്തോന്ന്, ഇപ്പൊ ഒരു പെണ്ണാണ് ഇതുപോലെ വീട്ടിൽ സീനടാ വേണ്ട ശരിയാവൂല നമുക്ക് സെറ്റ് ഇതാവാന്ന് പറഞ്ഞാൽ അവിടെ മീൻസ് ആ പെണ്ണിനെ നാറ്റിക്കും. ഇപ്പോഴത്തെ ചെക്കന്മാർ അങ്ങനെയാണ്. ഇല്ലടാ, നീ അങ്ങനെ അടിച്ചാക്ഷേപിക്കരുത്. എല്ലാവരും അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിക്ക്, ഇവിടെ വാ, ചോദിക്കട്ടെ. ഇവിടെ നിക്കടാ. എടാ, സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരെ നിൽക്ക്, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ. എടാ, സംഭവം എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെ പരിചയമൊന്നുമില്ല, പക്ഷേ അത് സംസാരിച്ചത് പോലും ഒരു പ്രാങ്ക് ചെയ്യണമെന്ന് എഴുതിയാണ് വന്നത്. അല്ലെ, സത്യം ഇല്ല പറയണേ, പ്രാങ്ക് ചെയ്യണമെന്ന് എഴുതി അല്ല, പ്രാങ്ക് ചെയ്യുന്ന എഴുതി വന്നത്. പക്ഷെ നിങ്ങളാ സംസാരിക്കാൻ ഓട്ടോമാറ്റിക് സംസാരിക്കാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പ്രാങ്ക്, നിങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിച്ചത്, എല്ലാം ജെന്യുവനായിട്ട് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പ്രാങ്ക് ചെയ്യാൻ തോന്നിയില്ല. അല്ലോ, പ്രണയിക്കുന്നത് ഈ പ്രായത്തിൽ എല്ലാവരും പ്രണയിക്കുന്നതല്ലേ, അതിലെന്താ മോശമായിരിക്കുന്നത്? അവൻ തേച്ചിട്ട് പോയിട്ട് ഇപ്പം എന്താ, ആരാ പ്രണയിക്കാത്ത? ഈ പറയുന്ന എല്ലാവരും പ്രണയിക്കുന്നതല്ലേ. ഇപ്പോൾ പ്രാണി പ്രണയിക്കുന്നുണ്ട്, നീ പ്രണയിക്കുന്നുണ്ട്, ഞാനും അവൻ പ്രണയിക്കുന്നു. എല്ലാവരും പ്രണയില്ലാത്ത ആരാടാ ഉള്ളത്? അത് തെറ്റൊന്നും ആരാ പറയുന്നത്? ഇപ്പോൾ വിശ്വാസപ്രകാരം പറയുന്നെങ്കിൽ പോലും കോമൺലി എല്ലാ ഉസ്താദുമാർ പോലും കുഞ്ഞിനെ പ്രണയിച്ചിട്ടേ വരുള്ളൂ. ഈവൻ അതുകൊണ്ട് അതൊന്നും വലിയ സംഭവമല്ല. നിനക്ക് പേഴ്സണലി ഓക്കെ നീ അപ്ലോഡ് ചെയ്യത്തില്ല, പക്ഷേ ഇതൊരു നീ മോശമായിട്ടോ ഒന്നും തന്നെ പറയുന്നില്ല. എല്ലാവരും ലൈഫിൽ ഫേസ് ചെയ്യുന്ന കാര്യം തന്നെയാണ് നീയും ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സ്റ്റാൻഡ് വ്യത്യാസമുള്ളൂ. അവനെ കുറ്റപ്പെടുത്തി അവൻ തേച്ചതിന്, പക്ഷേ അവർ 18 വയസ്സ് 19 വയസ്സ് എന്ന് പറയുന്നത് അവർ മെച്ചൂർഡ് അല്ല. ഓക്കെ, അത് മനസ്സിലാക്കി. എന്റെ പൊന്നു പ്രാണി, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ, നീ നിന്റെ കാമുകനെ കിട്ടുമെന്ന് വിശ്വാസമുണ്ടോ? സിമ്പിൾ ഇല്ലല്ലോ, പിന്നെ നീ പോയി എന്തിനാ? അതുപോലെ അല്ല ഇവളുടെ എന്റെ കേസ് ക്ലിയർ ആയിട്ട് ഒക്കെ അറിയാം, അവനിക്കറിയാം, എന്റെ വീട്ടുകാർക്കറിയാം, ഇപ്പം ഇതിന്റെ പകുതി മാത്രം, ഹാഫ് മാത്രം ചേട്ടൻ കേട്ടാണ് അവനെ സപ്പോർട്ട് ചെയ്യണം. അവന്റെ ഒറിജിനൽ കഥ കേട്ടിട്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അല്ല, ഒരു ഒറിജിനൽ കഥ കെട്ടി കമ്പി മറിഞ്ഞ് മണ്ട അടിച്ചു കൊടുക്കാൻ.